ലോക്സഭയിലും നിയമസഭയിലും 33% വനിതാ സംവരണം നടപ്പാക്കുന്നതിനും മണ്ഡല പുനർനിർണയത്തിനും ഉള്ളതടക്കം 3 ബില്ലുകൾ പാർലമെന്റിൽ ചർച്ചയ്ക്കിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ വോട്ടെടുപ്പിലൂടെയാണ് അവതരണാനുമതി ലഭിച്ചത്. 285 അംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ 185 പേർ എതിർത്തു. ബില്ലിൽ നാളെ 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കും. ബില്ലിൽ ഭരണഘടനാ വിരുദ്ധമെന്നും ഹൈജാക്ക് ചെയ്യാനാണെന്നും പ്രതിപക്ഷം വിമർശിച്ചപ്പോൾ വിമർശനം ചർച്ചയിലാകാമെന്നാണ് സർക്കാർ നിലപാട്. പ്രതികരണങ്ങളിലേക്ക്. 33% of women reservation. Why don't you implement in 2024 election? The protection of the state has been given by the constitution 25 years. In 2001, Atal Bihari Vajpayee also extended that protection. Now you want to take away the protection given by Indira Ji and Atal Bihari Vajpayee. Your intention is very clear, sir. 131st Constitution Amendment Bill is not meant for the women reservation, but it is meant for the delimitation. That is the basic objection we are raising. Sir, whether the government is not aware of that, the delimitation process as well as the census process will take time, so that after the delimitation, the women reservation bill can be made practicable only by 2034. In this context, introducing another amendment raise doubt about the government's interest, especially amid forthcoming state elections, suggesting political motive rather than democratic commitment. Such significant amendment cannot be rushed. This bill risks centralizing power and weakening states. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും തമ്മിലുള്ള വാക്പോരിനും ലോക്സഭ വേദിയായി. कि धर्म के आधार पर मुस्लिमों को किसी भी प्रकार का आरक्षण गैर संवैधानिक है, इसका सवाल ही पैदा नहीं होता है. अध्यक्ष महोदय, अनडेमोक्रेटिक बात माननीय मंत्री जी ने कही. हो सकता है उन्होंने धर्म की बात कही हो, लेकिन पूरा देश आदि आबादी को आरक्षण चाहता है. अध्यक्ष महोदय, मैं माननीय मंत्री से जानना चाहता हूं क्या मुस्लिम महिला आदि आबादी में नहीं आती हैं? നാഷണൽ ഡെസ്കിൽ നിന്ന് ലിജോ വർഗീസ് ആയിരുന്നു. ലിജോ വർഗീസ്, വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു, നേതാക്കൾ തമ്മിലുള്ള വാക്പോര് കണ്ടു, KSയുടെ വാദം കേട്ടു, NK പ്രേമചന്ദ്രൻ സംസാരിച്ചു, രാധാകൃഷ്ണൻ സംസാരിച്ചു, നേതാക്കളൊക്കെയും സംസാരിച്ചു. അതിനിടയിൽ SP നേതാവ് അഖിലേഷ് യാദവും മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിലേഷ് യാദവും അമിത്ഷായും തമ്മിലുള്ള വാക്പോരിനും ഒക്കെയും ഇന്നത്തെ ഈ ഒരു സെഷൻ സാക്ഷിയായി. ഒടുവിൽ വോട്ടെടുപ്പിനൊക്കെയും ശേഷം അവിടെ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഈ നോർമലി ഒരു അരമണിക്കൂറെങ്കിലും ചർച്ച പോകേണ്ടതാണ്. ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ സഭയിൽ ഇന്ന് ഇതുവരെ ഉണ്ടായ പ്രതിഷേധങ്ങളൊക്കെ ആകെ രൂപം എങ്ങനെയാണ്? സേതു, നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ഈ ബില്ല് ഇപ്പോൾ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സഭയിൽ അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അതൊരു വനിതാ സംവരണ ബില്ല് എന്ന നിലയിലാണ് ആ ബില്ലിനെ അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഈ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് വോട്ട് അവകാശം എന്നതിൽ നിന്ന് 2026 ആകുമ്പോഴേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ സ്ത്രീകൾക്ക് കൂടുതൽ സംവരണം, സീറ്റുകളിൽ സംവരണം കൊണ്ടുവരുന്നു, 33% കൊണ്ടുവരുന്നു. അതിൽ വലിയ അഭിമാനമുണ്ടെന്ന് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ആ സമയത്ത് രോമാഞ്ചം ഉള്ള ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ അർജുൻ റാം മേഘ്വാൾ പറഞ്ഞത്. 33% സംവരണം എന്നത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നീതി നേടിക്കൊടുക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള ഒരു ചരിത്ര സംഭവമായി മാറുന്നു. തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു ചരിത്രമാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ അർജുൻ റാം മേഘ്വാൾ പറഞ്ഞത്. അതിനനുസരിച്ചിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ലോക്സഭയിലും അതോടൊപ്പം തന്നെ നിയമസഭകളിലും 33% സംവരണം വനിതകൾക്കായി കൊണ്ടുവരുന്നു. SC/ST വിഭാഗങ്ങൾക്ക് നിലവിലുള്ള സംവരണ സീറ്റുകളിൽ വനിതകൾക്കായി ആ സീറ്റുകളിൽ 33% സംവരണം കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബില്ല് അദ്ദേഹം അവതരിപ്പിച്ച് പൂർത്തിയാക്കിയത്. ഇതിനിപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഗൗരവ് ഗൊഗോയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 815 സീറ്റുകൾ ഉണ്ടാകും
ഉണ്ടാകുമെന്നുള്ളതാണ് ഈ സംവരണം, വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് 33% സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുമെന്ന് പറയുമ്പോൾ 815 സീറ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. എവിടെ നിന്നാണ് കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലൊരു കണക്ക് ലഭിച്ചത്? 815 സീറ്റുകൾ എന്നത് സെൻസസ് നടക്കാതെ എങ്ങനെ സർക്കാരിന് കണക്കാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് ആദ്യമായി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായൊരു നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഇത്തരത്തിലൊരു സംവരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വനിതാ സംവരണ ബില്ലല്ല, മറിച്ച് ഇത് ഡീലിമിറ്റേഷൻ ബില്ലാണ്. അതായത് മണ്ഡല പുനർനിർണയ ബില്ലിന് വേണ്ടി വനിതാ സംവരണം എന്നുള്ള മറ കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, വനിതാ സംവരണ ബില്ല് രാജ്യത്ത് നടപ്പിലാക്കണം. അത് ഇപ്പോൾ ഉള്ള 543 സീറ്റുകളിൽ തന്നെ ആ വനിതാ സംവരണം 33% വനിതകൾക്ക് സീറ്റ് സംവരണം ചെയ്യണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഇന്നിപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു പകരം മണ്ഡല പുനർനിർണയം നടപ്പിലാക്കാൻ വേണ്ടിയാണ് വനിതാ സംവരണ ബില്ല് ഇപ്പോൾ കൊണ്ടുവരുന്നതെന്നുള്ള ആക്ഷേപമാണ് ഏതായാലും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രാവിലെ ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സാധാരണ നിലയിൽ ശബ്ദ വോട്ടോടുകൂടി പാസ്സാവേണ്ട ബില്ല് അവതരണ അനുമതി ഇന്നിപ്പോൾ വോട്ടിനിട്ട് പാസ്സാക്കിയ ശേഷമാണ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്. പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത് ഇത് ഈ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന പ്രതിപക്ഷത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും ഇപ്പം ഇടതു പാർട്ടികളാകട്ടെ, DMK ആകട്ടെ, TMC ആകട്ടെ, SP ആകട്ടെ ഒക്കെയും എതിർ ശബ്ദങ്ങൾ ഉയർത്തുമ്പോഴും NCPയെയും ശിവസേനയും അടക്കമുള്ള ചില പാർട്ടികളൊക്കെ ഒപ്പം നിർത്താൻ BJPക്ക് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുമല്ലോ. തീർച്ചയായും അത് നമ്മൾക്കിപ്പോൾ ഇന്ന് വോട്ടെടുപ്പ് കണ്ടാൽ തന്നെ അത് കൃത്യമായി മനസ്സിലാവും. അതായത് ഇത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് സഭയിൽ വരുന്നു. ആ ബില്ല് സഭയിൽ വരുന്ന സമയത്ത് ശബ്ദ വോട്ടിനിട്ട സമയത്ത് 127 പേർ മാത്രമാണ് ആ സമയത്ത് സഭയിലുണ്ടായിരുന്നത്. അതായത് പ്രതിപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷ MP-മാരായ 127 പേർ മാത്രമാണ് സഭയിലുണ്ടായിരുന്നത്. ഇത്രത്തോളം സുപ്രധാനമായ ഒരു ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന സമയത്ത് പോലും പല MP-മാർ, പ്രത്യേകിച്ച് സേതു സൂചിപ്പിച്ച പോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നും പല MP-മാരും ഈ സഭയിൽ തന്നെ എത്താത്ത സാഹചര്യം ഇന്നും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇത് ഏതെങ്കിലും തരത്തിൽ പാസ്സാക്കി എടുക്കാൻ തന്നെയാണ് സാഹചര്യം ഉള്ളത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ അത് ഏത് വിധേനയും പാസ്സാക്കി എടുക്കാനുള്ള നീക്കം ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും BJP സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ച, നാളെ വൈകുന്നേരം 4 മണിക്ക് വോട്ടെടുപ്പോടുകൂടി അത് അങ്ങനെ നടപ്പിലാക്കി എടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലിജോ, ഈ ഭേദഗതിയിൽ 3/2 ഭൂരിപക്ഷം വേണമെന്നാണല്ലോ. അപ്പം നിശ്ചയമായിട്ടും ജയിക്കില്ല അറിയാവുന്ന ഒരു ബില്ല് എന്തിന് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ 543-ൽ 3/1 കൊണ്ടുവരികയാണെങ്കിൽ ബില്ലിനൊപ്പം നിൽക്കാമെന്ന് പ്രതിപക്ഷം പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒടുവിൽ ഇന്നിപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനമൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പം പ്രതിപക്ഷത്തിന്റെ വഴിക്ക് കേന്ദ്രം വരാനുള്ള സാധ്യത എത്ര കണ്ട് ഉണ്ട്? ഈ ഇത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി ആകുമ്പോൾ സ്വാഭാവികമായും 3/1 ഭൂരിപക്ഷത്തോടു കൂടി അത് ബില്ല് പാസ്സാവേണ്ടതാണ്. പക്ഷേ അതിനുള്ള ആൾബലം യഥാർത്ഥത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലൊരു ബില്ല് എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ വരുന്നത് എന്ന് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് തന്നെയുണ്ട്. കാരണം വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് 2023-ൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത്തരത്തിൽ ബില്ല് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കി എടുക്കുകയും ചെയ്തതാണ്. 2024-ൽ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഈ ബില്ല് നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 33% വനിതകൾക്ക് സീറ്റ് സംവരണം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് അന്ന് ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷം സർക്കാർ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും BJP അധികാരത്തിൽ വരികയും 2 വർഷത്തിന് ശേഷം വീണ്ടും വളരെ പൊടുന്നനെ ഇത്തരത്തിലൊരു നീക്കവുമായി വരുന്നത് എന്താണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും വലിയ ആശയക്കുഴപ്പത്തിലാണ്. വളരെ ശക്തമായി പ്രതിഷേധിക്കാനും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ചർച്ചകൾ പോവുക എന്നുള്ളത്. അവിടെ